ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ബിക്കോസ് നമ്മളുടെ സ്റ്റാമ്പ്, അതായത് വിസ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ അതെല്ലാം ഓക്കെ ആയി. കാർഡ് കളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ റാൻസിലേക്ക് പോവാണിപ്പോൾ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന്. അതിന് കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അത് ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് വേണമെന്നതിന്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അപ്പോയിൻമെൻറ്റ് ഉണ്ടാവണം, അതാണ് മെയിൻ കാര്യം. അതിന് 2-3 ഡോക്യുമെൻറ്റ്സ് വേണം നമ്മളവിടെ കാണിക്കാൻ വേണ്ടി. മെയിനായിട്ട് പാസ്പോർട്ട് വേണം, പാസ്പോർട്ട്, പിന്നെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ, പിന്നെ നമ്മളൊരു സ്റ്റാമ്പ് മേടിക്കാനുണ്ട്. അത് പല പ്രിഫെക്ചറിലും പല റേറ്റാണ്. ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ പാരീസിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അവർക്ക് 250 യൂറോ വരെ വന്നിട്ടുണ്ടെന്നാണ്. 250 യൂറോ എന്ന് പറയുമ്പോൾ ഭയങ്കര കൂടുതലാണ്. അതിപ്പോൾ പാരീസ്, കൃത്യ പ്രിഫെക്ചറൊക്കെ വരുമ്പം റേറ്റ് ഭയങ്കര കൂടുതലാണ്. പക്ഷെ ഞങ്ങൾ ഔട്ടർ പാരീസ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞങ്ങൾക്ക് 75 യൂറോസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ സ്റ്റാമ്പ് എടുക്കാം. അല്ലാതെ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം നമുക്ക് സ്റ്റാമ്പ് അല്ലാണ്ട് ബൈ ചെയ്യാം. അത് ഓൺലൈൻ ത്രൂവും ബൈ ചെയ്യാം. അല്ലാണ്ട് നമുക്ക് ഇവിടെയൊക്കെ ടബാക്കോ സ്റ്റോറുണ്ട്, അവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ സ്റ്റാമ്പ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സ്റ്റാമ്പ് എന്ന് പറഞ്ഞ് 75 യൂറോസ് കൊടുക്കുന്നുണ്ടല്ലോ, ആ പ്രൈസ് എനിക്ക് തോന്നുന്നു കാർഡിൻ്റെ പ്രൈസ് ആയിരിക്കും. നമുക്ക് ഒരു കാർഡാണ് കിട്ടണം അതിന് തൊട്ട്. അപ്പോൾ നമ്മൾ ആ പാസ്പോർട്ടിൽ മറ്റേ സ്റ്റാമ്പ് അടിക്കുന്ന സംഭവമില്ലേ, അതല്ല ഇനി. അപ്പോൾ ഇനി ഞങ്ങളുടെ വിസ എന്ന് എക്സ്പയർഡ് ആവും, എന്ന് തൊട്ടാണ് അതിൻ്റെ വാലിഡേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നെല്ലാം ആ കാർഡിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം ആ കാർഡ് മേടിക്കാനാണ് ഞാൻ പോകുന്നത്. ഇപ്പം ഞാൻ മെട്രോ കയറി ഇറങ്ങി, അതിനുശേഷം വേണം ബസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവിടുന്ന് ബസ് എടുത്ത് ഒരു 2 hour ഉണ്ട് റാൻസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടുന്ന് ഞാൻ ബസ് സ്റ്റേഷനിലോട്ട് പോവാം. ഞാനിപ്പം ബസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗാർഡനകത്തൂടെ കയറി ഇറങ്ങിയിട്ടാണ്. പക്ഷെ ആക്ച്വലി നല്ല രസമുണ്ട് കാണാൻ. അപ്പുറം ഇപ്പുറം എല്ലാം വെള്ളം, നൈസായിട്ടുണ്ട്. നോക്ക്, എന്ത് തേങ്ങയാണ് നോക്കിക്കണ്ടോ. താറാവ് ഫുഡ് കൊടുക്കുന്നു, നൈസായിട്ടുണ്ട്. അങ്ങനെ ഞാൻ എവിടേക്കോ കറങ്ങിയതിന് ശേഷം ബസ് സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കുറച്ച് സമയപ്പോഴത്തേക്ക് പേടിച്ചു പോയി. കാരണം എനിക്ക് 11 മണിക്കാണ് ബസ്. ചില സമയങ്ങൾ അവർ 5 minutes നേരത്തെ എടുക്കാറുണ്ട്. ഞാൻ ഏതൊക്കെയോ വഴി, ഏതൊക്കെയോ ഗാർഡനും പാടകളും താണ്ടി എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ആ ബസ് സ്റ്റേഷൻ വളരെ വളരെ യാത്രകൾക്ക് ഒടുവിൽ ഞാനിവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. ഇവിടെ വളരെ വൃത്തികെട്ട സ്ഥലമാണ്. ഇവിടെ നിറയെ ആൾക്കാരൊക്കെ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഓപ്പൺ ജിമ്മാണ്. പക്ഷെ ഒട്ടും വൃത്തിയില്ല. മഴയൊക്കെ ആകുമ്പോൾ ഭയങ്കര വൃത്തികേടാണ് ഇവിടെ കാണാൻ. ഉള്ളിലും അങ്ങനെ തന്നെയാണ്. ഇതിനെക്കാട്ടിലൊക്കെ ബെറ്റർ ചില സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടുത്തെ ബസ് സ്റ്റേഷൻ ആയിരിക്കും, KSRTC എന്നെനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ബസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ഇതാണ് എൻ്റെ ബസ്. ഞാനപ്പോൾ ബസ്സിൽ കയറാൻ പോവുകയാണ് ഗൈസ്. നോർമലി ഞാനെപ്പോഴും ബസ്സിൻ്റെ മുകളിലാണ് ഇരിക്കണത്. എനിക്ക് തോന്നുന്നു അതാണ് ഫ്രീ സീറ്റിംഗ്. പക്ഷേ എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, സീറ്റിങ്ങിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഞാൻ സെലക്ട് ചെയ്ത സീറ്റ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇപ്പം നോർമലി സാധാരണ എനിക്ക് താഴെ മറ്റേ നമ്മൾ ബിസിനസ് ക്ലാസ് ഒക്കെ ഇല്ലേ, അതേപോലത്തെ സീറ്റാണ് എനിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഞാൻ മുകളിൽ ഓട്ടോമാറ്റിക്കലി കയറി നോക്കി, അപ്പോൾ അവിടെ 23 പറഞ്ഞ സീറ്റില്ല. അപ്പോൾ അവർ ഒന്ന് താഴെയാണെന്ന്. അപ്പോൾ ഞാൻ താഴെ വന്നപ്പോൾ ഇവിടെ ഹൈ സെറ്റപ്പ് കൊള്ളാമല്ലോ. നമുക്ക് എല്ലാ സെറ്റപ്പും ഉണ്ട്. താഴെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. നമ്മളങ്ങനെ ഇപ്പം എത്താറായിട്ടുണ്ട്. ഒരു 15 minutes ലേറ്റാണ്. പക്ഷെ കുഴപ്പമില്ല, അത് വെച്ചിട്ടാണ് ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1 മണിയാവുന്ന 2 മണിക്കാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി പുറത്തിറങ്ങിയിട്ട് കാണാം. ഓക്കെ,
ഇതാണ് ഞാൻ ഇവിടുന്ന് പോകുന്ന ടൈമിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ മെയിൻ. അങ്ങനെ ഇതാണ് ബസ് വന്ന് ഇറങ്ങി. ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോവാം. ഇവിടുന്ന് ഇതറിയാമല്ലോ, ഞങ്ങൾ പിന്നെ നോർമലി ഡെയിലി പാസ് ഡെയിലി പാസ് വേണ്ട, 1 hour പാസ് എടുത്താൽ മതി. എന്നിട്ട് അങ്ങോട്ടേക്കും അവിടെ ട്രാം കിടപ്പുണ്ട് വരണം. എന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു 1 hour പാസ് അങ്ങനെ എടുത്താൽ മതി. കാരണം മറ്റേ പള്ളിയില്ലേ, പള്ളീൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം അവിടെ നിന്ന് അപ്പുറത്ത് തന്നെയാണ്. സോ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് 1 hour പാസ് വല്ലതും എടുക്കാം. ആക്ച്വലി നല്ല വെയിലുണ്ട്. ഞാനിന്ന് എന്തായാലും ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അത്ര തണുപ്പൊന്നുമില്ല, ഭയങ്കര ചൂടാ വെയിൽ. അങ്ങനെ വളരെ 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 നാളുകൾക്ക് ശേഷം റാൻസിലെത്തി. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവിടെ ആണെങ്കിൽ ഭയങ്കര കാമാണ്. അങ്ങനെ വലിയ നോയ്സും കാര്യങ്ങളൊന്നുമില്ല. ഉണ്ട്, ഞാൻ എപ്പോഴും നിന്നിരുന്ന വീട്ടിൽ മെയിൻ സിറ്റിയിലാണ്. ഓക്കെ, അപ്പോൾ അപ്പുറത്തെ പള്ളി, അപ്പോൾ അതിൻ്റെ ചെറിയ ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയ ഒച്ചയും ബഹളവും അത് മാത്രമേ ഉള്ളൂ. ഇപ്പം തന്നെ ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്, എന്നിട്ട് പോലും അത്ര വലിയ ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര കാമാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു നല്ലൊരു ഗുഡ് ഫ്യൂച്ചർ എന്ന് പറയാം. ഇവിടുന്ന് ഞങ്ങളെപ്പോഴും പാരീസിലോട്ട് പോകുമ്പം ഞങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഭയങ്കര നോയ്സും ബഹളവും. അവിടെ എനിക്ക് എൻ്റെ റൂമിൽ പോലും വിൻഡോ പോലും തുറന്നിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പുറത്ത് ഹൈവേ ആണ്, ട്രാം പോകുന്നുണ്ട്, പക്ഷെ ഭയങ്കര 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 ശബ്ദമാണ്. താഴെ കടയുണ്ട്, അപ്പോൾ അതിൻ്റെ നോയ്സും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇവിടെ എന്തോ നമുക്ക് ഫസ്റ്റ് ടൈം വന്നത് ഇങ്ങോട്ടായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എന്തോ ഒരു റിയൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഇവിടെ ആയിട്ട്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ടത് സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ ട്രാമിൽ കയറി. ഇവിടെ നമുക്ക് 1 hour 15 minutes നമുക്ക് കാർഡ്, എൻ്റെ കയ്യിൽ കാർഡ് ഓൾറെഡി ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് ഞാൻ എടുത്തു. അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് 1 hour സംതിങ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ വാലിഡിറ്റി കഴിയും. അങ്ങനെ ഞങ്ങളുടെ ക്യാമ്പസിൻ്റെ അടുത്തൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഓഫീസ്. മറ്റേ ആ ഗേറ്റിനുള്ളിൽ നിന്ന് അകത്തോട്ട് കയറുമ്പോഴാണ് ഓഫീസ്. അവിടെ 2-3 ആൾക്കാർക്ക് ഇരിപ്പുണ്ട്. നിറച്ച ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് 2 മണി കഴിഞ്ഞിട്ടായിരുന്നു അപ്പോയിൻമെൻറ്റ്. പക്ഷേ നേരത്തെ തന്നെ ഞാൻ കാണിച്ചപ്പോൾ അകത്ത് കയറാമെന്ന് പറഞ്ഞു. 2 മണി ആയപ്പോഴത്തേക്ക് എൻ്റെ എല്ലാം കാർഡ് കളക്ട് ചെയ്തു. ഞാൻ കാർഡ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കാർഡ്, ഇതാണ് സംഭവം. അപ്പോൾ ഈ സാധനം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ വന്നത്. അങ്ങനെ നമ്മൾ മനോഹരമായി കാർഡൊക്കെ കളക്ട് ചെയ്തിരിക്കുന്നു. ഇനിയപ്പോൾ ഫുഡ് എന്തെങ്കിലും കഴിച്ചാൽ കൊള്ളാമെന്ന് എൻ്റെ ബെസ്റ്റിയായ ആർതി എൻ്റെ അടുത്ത് രാവിലെ ഒരു ബ്രെഡ് ഓഫർ ചെയ്തിരുന്നു. ഞാനത് വളരെ റിജക്റ്റ് ചെയ്തു. പക്ഷേ എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു ബസ്സിലിരുന്നപ്പോൾ. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ പഴയ വീട്ടിൽ കയറി എൻ്റെ ഒരു സ്യൂട്ട് കേസ് അവിടെ ഇരിപ്പുണ്ട്. അത് കളക്ട് ചെയ്തതിന് ശേഷം വേണം ഇന്ന് തിരിച്ച് ബസ് കയറാൻ പോവാനായിട്ട്. എന്തായാലും കൊള്ളാം, പെട്ടെന്ന് തന്നെ അവിടെ കഴിഞ്ഞു. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും. പക്ഷെ ആദ്യം ഞാൻ എൻ്റെ പേര് വിളിക്കുന്നതിന് മുമ്പ് വേറെ ആരുടെ പേര് വിളിച്ചു. അപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറയാ, ഓക്കെ പാസ്പോർട്ട്, ഓക്കെ അത് കാര്യങ്ങൾ, എൻ്റെ ഫോട്ടോ വേണം. അപ്പം ഞാൻ ആരതിയൊന്നും പറഞ്ഞില്ല, ആരതി ഓൾറെഡി കളക്ട് ചെയ്തു ഇതെല്ലാമേ. അപ്പം ഫോട്ടോ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഫോട്ടോ എൻ്റെ കയ്യിൽ ഇല്ലല്ലോ, ഫോട്ടോ എൻ്റെ കയ്യിൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പം ആ പുള്ളി എൻ്റെ അടുത്ത് ഫോട്ടോ എവിടെ പോയി എടുക്കാമെന്നൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന സമയത്ത് അപ്പുറത്ത് ഒരു നല്ല ഭംഗിയുള്ള ഒരു ലേഡി, പുള്ളിക്കാരത്തി വിജയ് എന്ന് വിളിക്കുന്നു. ഞാൻ അയ്യോ ഞാനിവിടെ, പുള്ളിക്കാരത്തി ഇങ്ങോ അവിടെ വേറെ സെക്ഷനായിരുന്നു ഞാൻ ചെന്നിരുന്നത്. വളരെ സൂപ്പറായിട്ടും. എന്നിട്ട് പിന്നെ പെട്ടെന്ന് കഴിഞ്ഞു. നമ്മൾ ഒരു സ്റ്റാമ്പ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, സ്റ്റാമ്പൊക്കെ കൊടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ സിഗ്നേച്ചർ ഇടണം, നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് അവർ കാർഡ് എന്തിലൊന്നും എടുത്ത് തരും. അത്രേ ഉള്ളൂ സംഭവം. നമുക്ക് വീട്ടിൽ പോവാം. ഞാനങ്ങനെ നമ്മുടെ പള്ളിയിലേക്കൊന്ന് വന്നു. ഇനി ഇങ്ങോട്ട് ഇപ്പോഴേ വരില്ലല്ലോ.
ഇനി ഇവിടുത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ആരതി ഇങ്ങോട്ടേക്കാണ് വരുന്നത്, അതുകൊണ്ട് ഇവിടുമായിട്ടുള്ള കണക്ഷൻ കട്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്ന് കയറി, പിന്നെ എനിക്ക് എൻ്റെ സ്യൂട്ട് കേസ് കളക്ട് ചെയ്യണം, അപ്പം ഇവിടെ കയറിയിട്ട് കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു മാറ്റവും ഇല്ല, അതേപോലെ തന്നെ ഉണ്ടല്ല. പള്ളിക്കകത്ത് കയറിയിട്ട് മോസ്റ്റ്ലി ഇപ്പം നിറയെ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് കുറേ പിള്ളേരും അപ്പം ഇവിടെ നിറയെ സ്റ്റഡീസൊക്കെ പോലെ പിന്നെ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നിറയെ ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ഇപ്പോഴും നല്ല തിരക്കുണ്ട്, പുറത്തും നല്ല തിരക്കാണ്. ഇവിടെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഇത് സൺലൈറ്റ് വരുമ്പോൾ, സണ്ണുള്ള സമയത്താണ് ഭയങ്കര ഭംഗി. ഇത് വഴി സൺലൈറ്റ് ഉള്ളിലേക്ക് വരുമ്പോൾ നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുന്നു. ഇതാണ് എൻ്റെ വീട്. ഇതിന് ഓപ്പോസിറ്റ് അത് ബിൽഡിങ് പൊളിക്കുകയാണെന്ന് തോന്നുന്നു. ഞാനങ്ങനെ എൻ്റെ പെട്ടിയൊക്കെ കളക്ട് ചെയ്തു, അവർക്ക് ബൈ ബൈ പറഞ്ഞിറങ്ങി. അങ്ങനെ എനിക്ക് എന്തോ സങ്കടം പോലെ, ഇവിടെ എന്തോ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള പോലെ എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് പോയേണ്ടി വന്നാൽ പോയാലേ പറ്റുള്ളൂ. ഞാൻ പക്ഷേ വിചാരിച്ചതേ ഇല്ല എനിക്ക് പാരീസിൽ കിട്ടുമെന്ന്, കാരണം അവിടെ ലിമിറ്റഡ് സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ ലക്ഷറിക്ക്. അപ്പോൾ ഞാൻ കിട്ടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടാണ് ആ ഓപ്ഷൻ വെച്ചത്. കാരണം ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റാക്കിയിട്ട് തന്നെ പോയത്. ഞാൻ സെപ്റ്റംബറിൽ വരും, പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാവും, 1 ഇയറും കൂടെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചല്ലേ. പിന്നെ പെട്ടെന്നൊരു ഷിഫ്റ്റ് വന്നപ്പോഴത്തേക്കും എന്തോ പോലെ. നമ്മളപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നേരത്തെയൊക്കെ ഒരു 5 യൂറിൻ്റെ മീലുണ്ടായിരുന്നു, ലൈക്ക് 2 ബർഗർ, അതിൽ ഫ്രൈസ്, പിന്നെ നമ്മുടെ ഡ്രിങ്ക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പം അത് മാറ്റി, അതിന് പകരം വേറെ എന്തൊക്കെയോ ആക്കി. പക്ഷെ എന്നാലും ഞാൻ അത് തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇത് ഞാനാണ് എക്സ്ട്രാ ഒരു ലിറ്റിൽ റാപ്പ് പറഞ്ഞതാണ്. പൂലെ മീൻസ് ചിക്കൻ്റെ, പിന്നെ ബർഗർ, പിന്നെ ഇത് ഫാണ്ടയാണ്. ഫാണ്ടയ്ക്ക് ഇച്ചിരി കളർ കുറവ് പോലല്ലോ. ഇത് മിൽക്ക് ഷേക്ക്, വാനില ഫ്ലേവർ, പിന്നെ ഫ്രൈസ്, ഇത്രേ ഉള്ളൂ. നമുക്കപ്പോൾ ആദ്യം മിൽക്ക് ഷേക്ക് കുടിക്കാം. നല്ല തണുപ്പ്, നല്ല സോഫ്റ്റ് ബർഗർ, സോഫ്റ്റ്. നമുക്ക് ലിറ്റിൽ റാപ്പ് ഒന്നും ട്രൈ ചെയ്ത് നോക്കാം. ഞാനങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ട്രാം കയറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ട്രാം കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇവിടെ. ഇപ്പം ഒരു 5 മിനിറ്റ്സിൽ വരും ട്രാം. ഓക്കെ, അങ്ങനെ ഞാൻ തിരിച്ച് ബസ്സിൽ കയറി വരാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് ട്രാമാണെങ്കിൽ കുറച്ച് സമയം അങ്ങ് നിന്നുപോയി. അതുകൊണ്ട് പെട്ടെന്ന് ഓടി ഒന്ന് കയറി, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ എന്താ, എപ്പോഴത്തേം പോലെ തന്നെ വെളിച്ചം അടിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നിട്ടുണ്ട്. അപ്പം എന്താ ഇനിയിപ്പം അവിടെ വരെ ഉറങ്ങുക, പിന്നെ എണീക്കുക, പിന്നെ വീട്ടിൽ പോവുക. ഭയങ്കര ട്രാഫിക്കാണ് മുകളിലോട്ടും എല്ലാം. നമ്മളിതാ എത്താറായി ഗായ്സ്. ഇപ്പോൾ നമ്മൾ സ്റ്റേഷൻ എത്തുന്നതായിരിക്കും. ഞാനങ്ങനെ തിരിച്ച് ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിറച്ച് ജിം ആൾക്കാരും ഒക്കെ. ഞാൻ പറഞ്ഞില്ല അങ്ങോട്ടൊക്കെ ഇവിടെ നിറച്ച് ജിമ്മും ഓപ്പൺ ജിമ്മുണ്ടെന്നൊക്കെ. അപ്പോൾ അവരവിടെ സോങ്ങൊക്കെ വെച്ച് ഭയങ്കര നൈസായിട്ട് ഗേൾസും ബോയ്സൊക്കെ ഉണ്ട്.
പക്ഷേ കൊള്ളാം. വെയിലും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 10 minutes ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ റാൻസിലെ പ്രയാണങ്ങൾ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭയങ്കര വെയിലുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ പാർക്ക് പോലൊക്കെ വന്നിരിപ്പുണ്ട്. കണ്ടോ, എല്ലാവരും കിടക്കുന്നു. ബിക്കോസ് വെയിൽ വന്നല്ലോ, കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് വെയിൽ വന്നത്. അപ്പം എല്ലാവരും പാർക്കൊക്കെ പോലെ പിക്നിക്കൊക്കെ പോലെ വന്ന് ഇവിടെ ഇരിക്കുക, പോച്ചയുടെ മണ്ടയ്ക്കൊക്കെ ആയിട്ട് ഇരിക്കുന്നു. കൊള്ളാം, നൈസായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ ആയിട്ട് ഇത്രയും നാളും വർക്കായിരുന്നല്ലോ, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പുറത്തോട്ടൊന്നും പോയി പിക്നിക്ക് പോലൊന്നും പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും. റാൻസിലുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോകുമായിരുന്നു പിക്നിക്കിനൊക്കെ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ പോകാൻ അങ്ങനെ പറ്റിയിട്ടില്ല. നമുക്കിനി അവിടെ വരെ നടന്നു പോയാൽ മതി. അതിനുശേഷം ഊബറോ ടാക്സി എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാം. ഇവിടുന്ന് മെട്രോയിലൊക്കെ പോകാനാണെങ്കിൽ പോലും 15-20 minutes മതി. പക്ഷെ ലഗേജും കൂടെ ഉണ്ടായതുകൊണ്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമുക്കിതും താങ്ങി പിടിച്ചുകൊണ്ട് കൊണ്ടുപോകാനല്ലേ. അപ്പോൾ ഇതാകുമ്പോൾ ഒരു ഊബർ വിളിച്ചാൽ 10 മിനിറ്റിലൊക്കെ കിട്ടും. അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. ഞാൻ ഊബറിൽ നോക്കിയപ്പോൾ 12 euro, ബോൾട്ടിൽ നോക്കിയപ്പോൾ 8 euro ഉള്ളേ. അപ്പോൾ ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ സ്റ്റേഷൻ്റെ അടുത്തായതുകൊണ്ട് നിറയെ പേര് ഇങ്ങനെ ചോദിക്കും ഊബർ വേണോ ടാക്സി വേണോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനിപ്പോൾ ബുക്ക് ചെയ്തതുള്ള അപ്പം തന്നെ 1 minute വരും എന്ന് കാണിച്ചേക്കണം. അപ്പോൾ പെട്ടെന്ന് വരുമായിരിക്കും. ഇവിടെ അടുത്ത് തന്നെ ആയിരിക്കും ചിലപ്പോൾ. നമ്മളങ്ങനെ വണ്ടി വന്നിരിക്കുകയാണ്. ഞാനങ്ങനെ കയറി 1 minute എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ തന്നെ കാറിട്ടിട്ട് കിടക്കുകയായിരിക്കും. അപ്പം നമുക്ക് ആരാണ് ബുക്ക് ചെയ്യുന്നത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല, നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ അവിടെ അവർ നമുക്ക് ലഗേജെല്ലാം എടുത്ത് ബാഗിൽ കാറിൽ വെച്ച് തരും. നൈസാണ്. ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുക ഒരു 15 minutes-ലെത്തും. ഓക്കെ, നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നോർമലി ഞാൻ എപ്പോഴും ബുക്ക് ചെയ്യുമ്പോൾ നല്ല സൂപ്പർ കാറുകളൊക്കെ ആയിരുന്നു വരുന്നത്. പക്ഷേ ഏത് കാറാണെന്ന് എനിക്കറിയാൻ വയ്യ. അങ്ങനെ നമ്മൾ വീട്ടിൽ എത്താറായി ഗൈസ്. അങ്ങനെ ഞാൻ വീടെത്തിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പ്രയാണം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഞങ്ങളിവിടെ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടാവുമല്ലോ. ഇപ്പം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവരിപ്പം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടത്, ഞാൻ അവരുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ആ ഒരു ഹെൽപ്ഫുൾ ഉണ്ടല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൂടുതലും വീഡിയോസ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്, മനസ്സിലായോ? അപ്പം ഇവിടെ നമ്മൾ ഫണ്ണായിട്ടുള്ള കാര്യങ്ങളും സങ്കടമുള്ള കാര്യങ്ങളും എല്ലാം ഞങ്ങൾ പറ്റുമ്പോൾ പോലെ. അതിന് സമയം എന്ന് പറഞ്ഞിട്ടൊരു സാധനത്തിൻ്റെ വില ഇപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം എനിക്കും ആരതിക്കും ഒരേ സ്കെഡ്യൂളിൽ വർക്ക് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എടുക്കാനായിട്ട് വീഡിയോ. ഞങ്ങൾക്കൊന്ന് പുറത്തു പോകാൻ പറ്റുന്നില്ല ഒരുമിച്ച്. മറ്റേത് ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് ടുഗദർ അവിടെ റാൻസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് എപ്പോഴും അങ്ങ് കാണും. ഇവിടെ ആണെങ്കിൽ വല്ലപ്പോഴും ഒന്ന് കണ്ടാലായി, അങ്ങനെയായി ഇപ്പം അവസ്ഥ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.